ഹലോ ലോയ്റ്റ് und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്കിന്ന് ഡെയർ കോമ്പറാറ്റീവ് എന്താണെന്ന് നോക്കാം. രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് കോമ്പറാറ്റീവ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ പേര് കോമ്പറാറ്റീവ് എന്നൊന്നും അറിയണ്ടെങ്കിലും ഇതെങ്ങനെയാണ് രണ്ട് സാധനങ്ങൾ കമ്പയർ ചെയ്യാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം ഡെയർ കോമ്പറാറ്റീവ് ഇസ് യൂസ്ഡ് ടു കമ്പയർ ടു തിങ്സ് ഓർ പീപ്പിൾ ഷോയിങ് ദാറ്റ് വൺ ഹാസ് മോർ ഓർ ലെസ് ഓഫ് എ ക്വാളിറ്റി ദാൻ ദി അതർ. ഇറ്റ്സ് ഈക്വലൻ ടു ദ ഇംഗ്ലീഷ് ഇയർ ഫോം ഓർ മോർ പ്ലസ് അഡ്ജക്റ്റീവ് മോർ ബ്യൂട്ടിഫുൾ. അപ്പം കമ്പറാറ്റീവ് രണ്ട് സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുവാണെങ്കിൽ ബിഗ് ബിഗർ അല്ലെങ്കിൽ സ്മോൾ സ്മോളർ അല്ലേ, അല്ലെങ്കിൽ എന്താണ് മോർ ബ്യൂട്ടിഫുൾ അങ്ങനെ പറയില്ലേ. ഇപ്പം ഈ ഐസ്ക്രീം ഇതിനെക്കാട്ടും വലുതാണ് അല്ലേ. അപ്പം ബിഗ് ബിഗർ അല്ലെങ്കിൽ ഈ ഐസ്ക്രീമിനെക്കാട്ടും ചെറുതാണ് ഈ ഐസ്ക്രീം അല്ലേ. അപ്പം സ്മോൾ സ്മോളർ അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അല്ലെങ്കിൽ ദിസ് ഐസ്ക്രീം is more bigger than the other one അങ്ങനെയും പറയൂ അല്ലേ. മലയാളത്തിലാണെങ്കിൽ വലുത് അതിനെക്കാട്ടും വലുത് അങ്ങനെയാണ് നമ്മൾ പറയുക അല്ലേ. കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് ജർമ്മനിൽ ഈ കോമ്പറാറ്റീവ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. സാധാരണ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഡ് ഇയർ ടു ദി അഡ്ജക്റ്റീവ് സ്റ്റെം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി അതിൻ്റെ. ഇപ്പോൾ ക്ലൈൻ എന്ന് വെച്ചാൽ ചെറുത്, അതായിരിക്കാം ഇതിൻ്റെ നമ്മളിപ്പോൾ ക്ലൈൻ ആയിട്ടുള്ള ഒരു സാധനം പറയുമ്പോൾ ക്ലൈൻ ആണ് ഇതിൻ്റെ അഡ്ജക്റ്റീവ്, സ്മോളാണ്. അപ്പം ഇതിൻ്റെ കൂടെ ER ചേർക്കുമ്പോൾ എന്താവും, ക്ലൈനർ ആവും അല്ലേ. അങ്ങനെയാണ് ഇവിടെ കമ്പയർ ചെയ്യാനായിട്ട് ജർമ്മനിൽ വേർഡ്സ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്ലൈൻ ക്ലൈനർ ഈ വാക്കിൻ്റെ കൂടെ ER ചേർത്തു. ദിസ് ഈസ് വൺ വേ കേട്ടോ. ഇങ്ങനെയാണ് ഒരു ഫോർമേഷൻ. അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറഗുലർ ആണ്. മുകളിൽ നമ്മൾ പറഞ്ഞ കേസിൽ ക്ലൈൻ തന്നെയാണ് ക്ലൈനർ ആയത്. ഈ വാക്കിൽ മാറ്റില്ല അല്ലേ, സെയിം വാക്കാണ്, അപ്പോൾ ER ചേർന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ അല്ലാതെ റെഗുലർ അല്ലാത്ത ഫോംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗുഡ് ബെസർ. ഇപ്പോൾ ഗുഡ് എന്നുള്ളത് ബെറ്റർ ആവും അല്ലേ, അത് റെഗുലർ അല്ല. ഈ രണ്ട് വാക്ക് തമ്മിൽ ഒരേ വാക്കുകളല്ല. ഗുഡ് ബെസർ. ഫീൽ മേ. ഫീൽ എന്ന് വെച്ചാൽ മെനി ഒരുപാട്, മേർ എന്ന് വെച്ചാൽ കൂടുതൽ, അത് തന്നെ പക്ഷേ കുറച്ചുകൂടെ കൂടുതലാണ് ഫീലും മേറും. ഗേൺ എന്ന് വെച്ചാൽ ഗ്ലാഡ്ലി. ലീബ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഗ്ലാഡായിട്ട്, മോർ ഗ്ലാഡ്ലി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഇറഗുലർ ഫോംസ് ആണ്. അപ്പം ഈ രണ്ട് വാക്കും തമ്മിൽ കണ്ട ബന്ധമുള്ള പോലെ തോന്നില്ല, പക്ഷേ ഇതിൻ്റെ കൂടുതൽ ഇതിന് ഈ ആദ്യത്തെ വാക്കിനെക്കാട്ടും കൂടുതലുണ്ട് എന്ന് കാണിക്കുന്നതാണ് അടുത്ത വാക്ക്. ക്ലൈൻ ക്ലൈന ഫീൽ മേർ. ഇനി നമുക്ക് ഒരു വഴിയും കൂടെ ഉണ്ട് ഈ വേർഡ്സ് ഫോം ചെയ്യാനായിട്ട്. അതെന്താണെന്ന് നോക്കാം. ഉംലോട്ട് വെച്ചിട്ട്. അപ്പം ഉംലോട്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ AIOU ഉണ്ടല്ലോ, ആ ഒരു വവൽസ് വരുന്ന കേസിൽ മിക്കപ്പോഴും ഉംലോട്ട് വരും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആൾട്ട് ആൽറ്റർ, ഓൾഡ് ഓൾഡർ, ഗ്രോസ് ഗ്രോസർ, യുങ് യുങ്. അപ്പം ഈ കേസിലെല്ലാം നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെയെല്ലാം AOU ഇതിലെല്ലാം എന്താണ്, വവൽസ് ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഉംലോട്ട് വരും. അപ്പം നമ്മൾ 3 വഴിയുണ്ട് കമ്പാരാറ്റീവിൽ വേർഡ്സ് ഫോം ചെയ്യാമെന്ന് പഠിച്ചു. ഒന്ന് എന്തായിരുന്നു, ER ചേർത്തിട്ട്. രണ്ടാമത്തത് ഇറഗുലർ ഫോംസ്, രണ്ട് കണ്ട ഒരുപോലെ ഇരിക്കാത്ത വേർഡ്സ്. മൂന്നാമത്തെ കേസിൽ ഉംലോട്ട്സ് വരുന്ന കേസ്. അപ്പം 3 കേസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് കുറച്ച് സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. അപ്പം രണ്ട് സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ജർമ്മനിൽ മിക്കപ്പോഴും ആൾസ് എന്നാണ് യൂസ് ചെയ്യുക. ഇംഗ്ലീഷിൽ അത് ദാനാണ് കമ്പാരിസൺ. ഇതിനെക്കാട്ടും എന്ന് നമ്മൾ പറയില്ലേ, ഒന്നിനെക്കാട്ടും മെച്ചപ്പെട്ടതാണ് മറ്റത്, അല്ലെങ്കിൽ ഒന്നിനെക്കാട്ടും മോശമാണ് വേറൊരു കാര്യം, അപ്പം ആ ഒന്നിനെക്കാട്ടും എന്നൊക്കെ നമ്മൾ പറയണ അതേ മലയാളത്തിലുള്ള ഇതാണ് ആൽസ് അല്ലെങ്കിൽ ദാൻ. മൈൻ ഔട്ടോ ഇസ്റ്റ് ഗ്രോസർ ആൽസ് ഡൈൻ ഔട്ടോ. മൈൻ ഔട്ടോ ഇസ്റ്റ് എൻ്റെ കാറ് ആകുന്നു, ഗ്രോസർ വലുത്, ആൽസ് ഡൈൻ ഔട്ടോ നിൻ്റെ കാറിനെക്കാട്ടും, ആൽസ് ഇവിടെ അങ്ങനെയാണ്. സി ഇസ്റ്റ് ആൽറ്റർ ആൽസ് ഇഷ്. അവളെ എന്നെക്കാട്ടും വയസ്സുണ്ട് അവൾക്ക്. അപ്പം ഷീ ഈസ് ഓൾഡർ ദാൻ ഐ ആം. അപ്പോൾ ആൽറ്റർ ഇവിടെ ഉംലോട്ടാണ് വന്നത്, ആൽസ് എന്നാണ് കമ്പയർ ചെയ്യാനായിട്ട്. നമ്മൾ രണ്ട് സാധനങ്ങൾ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ആൽസ് അല്ലെങ്കിൽ ദാൻ. ഡോയ്ച്ച് ഇസ്റ്റ്
schwieriger als English. German is more difficult than English. Deutsch ist German ആകുന്നു. schwieriger ബുദ്ധിമുട്ട്, ആൽസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിനെക്കാട്ടും. അപ്പം ഇന്ന് നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കിയാലോ. Der BMW is teurer als der Volkswagen. The BMW is more expensive than the Volkswagen. അല്ലേ? അപ്പം BMW ആണ് ഫോക്സ് വാഗണിനെക്കാട്ടും പൈസ കൂടുതൽ. Heute ist es wärmer als gestern. Today it is warmer than yesterday. ഇന്നലത്തെക്കാട്ടും ചൂടുണ്ട് ഇന്ന്. Heute ist es wärmer als gestern. ഇന്നലത്തെക്കാട്ടും ഇന്ന് ചൂടുണ്ട്. Meine Schwester ist jünger als mein Bruder. My sister is younger than my brother. Meine Schwester, എൻ്റെ അനിയത്തി അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ ist ആകുന്നു jünger പ്രായം കുറവ് als mein Bruder എൻ്റെ ബ്രദറിനെക്കാട്ടും പ്രായം കുറവാണ് എൻ്റെ സിസ്റ്ററിന്. Dieses Buch ist interessanter als das andere. This book is more interesting than the other one. Dieses Buch ഈ ബുക്ക് ist ആകുന്നു interessanter കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. als das andere മറ്റതിനെക്കാട്ടും. Okay. läuft schneller als sie. He runs faster than she does. läuft അവൻ ഓടും schneller സ്പീഡിൽ als sie അവളെക്കാട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാനാണ് നമ്മൾ കമ്പാരാറ്റീവ് യൂസ് ചെയ്യുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ആൽസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കണം. നമ്മുടെ അഡ്ജക്റ്റീവ് ഏതാണോ അതിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒരു ഉംലോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ റെഗുലർ അല്ലാത്ത അഡ്ജക്റ്റീവ്സ് പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഫോംസ് ഒന്ന് നോക്കിയാലോ. കോമൺ ആയിട്ടുള്ള വരുന്ന അഡ്ജക്റ്റീവ്സ്: schnell, schneller, langsam, langsamer, hoher, niedrig, niedriger, warm, wärmer, kalt, kälter, stark, stärker, schwach, schwächer, hell, heller, dunkel, dunkler. ഇതൊക്കെ കുറച്ച് കോമൺ അഡ്ജക്റ്റീവ്സ് ഞാൻ എടുത്തിട്ടതാണ് ഈ ഒരു ടേബിളിൽ. അപ്പം ഇതൊക്കെ നമുക്ക് സ്പീക്കിങ്ങിലോ റൈറ്റിങ്ങിലോ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിലും റീഡിങ്ങിൽ വരുമ്പോൾ ഇതാണെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.